കോഴിക്കോട് ജില്ലയിലെ പ്രകൃതി രമണീയവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ബാലുശ്ശേരി ബാലി തപസ് ചെയ്ത ഇടമായതിനാൽ ബാലുശ്ശേരി എന്ന പേര് ലഭിച്ചെന്ന ഐതിഹ്യം നിലനിൽക്കുന്ന ബാലുശ്ശേരി മണ്ഡലത്തിൽ സാധ്യമാക്കിയ വികസന മുന്നേറ്റങ്ങൾ പരിശോധിക്കാം. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളായി മാറിയ വയലട ഉൾപ്പെടെ ഒട്ടനവധി ആകർഷണീയമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ബാലുശ്ശേരി ആചാരാനുഷ്ഠാനങ്ങൾക്കും ഏറെ പ്രാധാന്യമേറിയ ഭൂമികയാണ്. ചരിത്രപ്രസിദ്ധമായ ഒട്ടനവധി ഹൈന്ദവ ആരാധനാലയങ്ങളും അവയെ ചുറ്റപ്പെട്ട ഐതിഹ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ബാലുശ്ശേരി സമീപകാല ചിത്രങ്ങളിൽ വികസനത്തിൻ്റെ നൂറുമേനി തിളക്കത്തിൽ തുടരുകയാണ്. ബാലുശ്ശേരി മണ്ഡലത്തിൽ കിഫ്ബി അത്ഭുതം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 300 കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി ഏറ്റെടുക്കാൻ ബാലുശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മികവിൻ്റെ ഇടങ്ങളാക്കി മാറ്റുന്നതിൽ ബാലുശ്ശേരി മണ്ഡലം മുൻപന്തിയിലാണ്. അത്തോളി ഗ്രാമപഞ്ചായത്തിലെ വേളൂർ GM-UP സ്കൂൾ നവീകരണം സാധ്യമാക്കിയത് 1 കോടി രൂപ ചെലവഴിച്ചാണ്. 3 കോടി രൂപയുടെ വിപുലമായ പദ്ധതികളാണ് അത്തോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി ചെലവഴിച്ചത്. വിദ്യാർത്ഥി സമ്പന്നത എന്നും ചേർത്ത് പിടിക്കുന്ന പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും 3 കോടി രൂപയുടെ കിഫ്ബി സാമ്പത്തിക സഹായത്താൽ വിപുലമായ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഗവൺമെൻറ് UP സ്കൂൾ വട്ടോളി ഇന്ന് മികവിൻ്റെ മാതൃക തീർത്ത് നിലകൊള്ളുകയാണ്. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ജനശ്രദ്ധ നേടിക്കഴിഞ്ഞ വട്ടോളി സ്കൂളിൽ ഇന്ന് വിദ്യാർത്ഥികൾ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ആസ്വദിച്ച് മുന്നേറുന്നു. വിദ്യാർത്ഥി സമൂഹത്തിന് എക്കാലവും പ്രിയപ്പെട്ട കോക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും വികസന പടവുകൾ കയറിക്കഴിഞ്ഞു. 3 കോടി രൂപ ചെലവിട്ട് ആവിഷ്കരിച്ച കെട്ടിട നിർമ്മാണ നവീകരണ പദ്ധതികൾ കോക്കല്ലൂർ സ്കൂളിനെ ഹൈടെക് ആക്കി മാറ്റിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ വികസന കുതിപ്പ് സാധ്യമാക്കിയ മറ്റൊരു വിദ്യാലയമാണ് GGHSS ബാലുശ്ശേരി. 3 കോടി രൂപയുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ മുഖഛായ മാറ്റിക്കഴിഞ്ഞു. സമാനമായ വികസന യാത്രകളിൽ തിളങ്ങി നിൽക്കുന്ന വിദ്യാലയമാണ് ഗവൺമെൻറ് HSS നടുവണ്ണൂർ. 5 കോടി രൂപയുടെ വിപുലമായ കർമ്മ പദ്ധതികൾ ഈ വിദ്യാലയത്തെ സംസ്ഥാന തലത്തിൽ തന്നെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തിക്കഴിഞ്ഞു.
ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, പ്രത്യേകമായ ഭൗതിക പശ്ചാത്തല രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ അത് ഏറ്റവും ഭംഗിയായി ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ മികച്ച അനുഭവമാണ് കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി മണ്ഡലത്തിൽ. ജനങ്ങൾ ആ വികസന പ്രവർത്തനത്തെ വളരെ സ്വീകാര്യതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഗ്രാമീണ കായിക കേന്ദ്രങ്ങൾ ഒരു കാലത്ത് ആവേശം നിറച്ചിരുന്ന ബാലുശ്ശേരിയുടെ വൈകാരികതയിലേക്ക് പറന്നിറങ്ങിയ സ്വപ്ന പദ്ധതിയാണ് നടുവണ്ണൂർ വോളിബോൾ അക്കാദമി. 9.90 കോടി രൂപ ചെലവഴിച്ച് സാധ്യമാക്കിയ അക്കാദമി സംസ്ഥാനതലത്തിൽ കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൻ കുതിപ്പുകൾ പ്രാധാന്യമേറിയതാണ്. നിത്യസന്ദർശകരുടെ ബാഹുല്യം അനുനിമിഷം വർദ്ധിച്ചു വരുന്ന നടുവണ്ണൂർ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിട നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് കിഫ്ബി അനുവദിച്ച 11 കോടി രൂപ ചെലവഴിച്ചാണ്. മണ്ഡലങ്ങളിലെ വികസന കുതിപ്പുകൾ ചർച്ചകൾക്ക് വഴിയൊരുക്കുമ്പോൾ ബാലുശ്ശേരി മണ്ഡലം മുന്നേറ്റങ്ങളുടെ നീണ്ട പട്ടിക നിരത്തി സാർവത്രികമായ നേട്ടങ്ങൾ കൊയ്ത് മുന്നേറുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. മണ്ഡലങ്ങളിലെ വികസന കുതിപ്പുകൾ ചർച്ചകൾക്ക് വഴിയൊരുക്കുമ്പോൾ ബാലുശ്ശേരി മണ്ഡലം മുന്നേറ്റങ്ങളുടെ നീണ്ട പട്ടിക നിരത്തി സാർവത്രികമായ നേട്ടങ്ങൾ കൊയ്തു മുന്നേറുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്.
ശൈവശക്തി പാരമ്പര്യമുള്ളതും സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്നതുമായ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ വികസന കാഴ്ചകളാണ് ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ ഇനി. പ്രളയക്കെടുതിക്ക് ശേഷം ചെങ്ങന്നൂർ അതിജീവനത്തിൻ്റെ പാതയിൽ അതിവേഗമാണ് കുതിക്കുന്നത്. ചെങ്ങന്നൂർ നഗരസഭ, ആലബുധനൂർ, ചെറിയനാട്, മാന്നാർ, മുളക്കുഴ, പാണ്ടനാട്, പുലിയൂർ, തിരുവൻപണ്ടൂർ, വെൺമണി എന്നീ പഞ്ചായത്തുകളും മാവേലിക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ചെന്നിത്തല, തുപ്പെരുന്തുറ എന്നീ പ്രദേശങ്ങളും ചേർന്നതാണ് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം. 2014 ശേഷമുള്ള ചെങ്ങന്നൂരും എല്ലാവരും നോക്കിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിലെ ഏറ്റവും പിന്നിൽ നിന്ന ഒരു മണ്ഡലത്തെ കേരളത്തിലെ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കാൻ വികസനത്തിലും ക്ഷേമത്തിലും നമുക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ നേട്ടമാണ്. അവികസിതമായ ചെങ്ങന്നൂരിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നൂതനങ്ങളായ നിരവധി പദ്ധതികളാണ് മന്ത്രി കൂടിയായ സജി ചെറിയാൻ MLA നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് പൂർത്തീകരിച്ച പദ്ധതികളാണ്. 1964 ആരംഭിച്ച ചെങ്ങന്നൂർ ഗവൺമെൻറ് ITIക്ക് ആദ്യമായി 23.64 കോടി രൂപ ചെലവിൽ 1 ലക്ഷം ചതുരശ്ര അടിയുള്ള കെട്ടിടവും ഹോസ്റ്റലും പൂർത്തീകരിച്ച് ഈ കാലയളവിൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. 1-2 പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ചെങ്ങന്നൂർ കാണുന്ന ഇന്നത്തെ പ്രവൃത്തി. നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ, നല്ല നിലവാരമുള്ള ഗ്രാമീണ റോഡുകൾ, 10-27 പാലങ്ങൾ, കുട്ടമ്പേരൂർ വരട്ടാർ നവീകരണം, സ്റ്റേഡിയം, അതുപോലെ തന്നെ നിരവധി പഞ്ചായത്ത് സ്റ്റേഡിയങ്ങൾ, എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടം, വലിയ ആശുപത്രി സമുച്ചയം, എല്ലാ PHSകൾക്കും പുതിയ കെട്ടിടങ്ങൾ, എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിലെത്തുന്ന ചെങ്ങന്നൂർ 22 കോടിയുടെ പുതിയ സർക്കാർ ഓഫീസ് നിർമ്മാണം, ഫയർ സ്റ്റേഷൻ, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, എഡ്യൂക്കേഷൻ കോംപ്ലക്സ്, ഇലക്ട്രിസിറ്റി ഡിവിഷണൽ ഓഫീസ് അടക്കം 100 കണക്കിന് പദ്ധതികളാണ് ചെങ്ങന്നൂരിൽ ഈ കാലയളവിൽ നമ്മൾ യാഥാർത്ഥ്യമാക്കിയത്. അതുപോലെ തന്നെ സഞ്ചാരമേഖലയിൽ ഏറ്റവും പിന്നോക്കം നിന്ന ചെങ്ങന്നൂരിൻ്റെ റോഡ് ഗതാഗത രംഗത്ത് പുത്തൻ ഉണർവുണ്ടാക്കിയ പദ്ധതികളാണ് 17 കോടിയുടെ കൊല്ലക്കടവ് കുളനട റോഡും 14 കോടി രൂപയുടെ മാന്നാർ വിയപുരം റോഡും. ഇവ രണ്ടും നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ചെങ്ങന്നൂർ ബൈപ്പാസിന് 100 കോടി രൂപ അനുവദിക്കുകയും 67 കോടി രൂപ ചെലവിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ കലിശ്ശേരി ഗസ്റ്റ് ഹൗസ് അടക്കം ശ്മശാനം, ഇലക്ട്രിക് ശ്മശാനം, അതുപോലെ തന്നെ ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബൃഹത്തായ പദ്ധതി, തെരുവുറങ്ങിയവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന പദ്ധതി അടക്കം നിരവധി ജനകീയ പദ്ധതികളാണ് നമ്മൾ നടപ്പാക്കിയത്. ഇത് സമാനതകളില്ലാത്ത സമഗ്രവും സമ്പൂർണമായ വികസനമാണ്.
ചെങ്ങന്നൂരിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഉന്മേഷമുണ്ടാക്കുന്ന തരത്തിലാണ് 100 കോടി രൂപ ചെലവിൽ താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം പണികഴിപ്പിക്കുന്നത്. ഇതിൻ്റെ 95% പൂർത്തീകരിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് കിഫ്ബി വഴി നടത്തിയത്. മുളക്കുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക കെട്ടിടം നിർമ്മിച്ചത്. മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നത് കിഫ്ബി വഴിയാണ്. 200 കോടിയോളം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 36 കോടി രൂപയ്ക്ക് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. വാട്ടർ ടാങ്കിൻ്റെയും പൈപ്പിടൽ നടപടികളും വളരെ വേഗം മണ്ഡലത്തിൽ നടന്നുവരികയാണ്. ഇനിയും ഏതാണ്ട് 150 കോടിയോളം രൂപ ഈ പദ്ധതിക്ക് മുടക്കേണ്ടതുണ്ട്. ചെങ്ങന്നൂർ സമ്പൂർണ്ണ കുടിവെള്ളം നടപ്പാക്കുന്ന മണ്ഡലമായി മാറാൻ പോവുകയാണ്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ കിഫ്ബി വഴി അനുവദിക്കപ്പെട്ട പദ്ധതികൾ: ഒന്ന്, ചെങ്ങന്നൂർ ബൈപ്പാസ്. ഏതാണ്ട് 250 കോടിയോളം രൂപ ചെലവഴിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് ചെങ്ങന്നൂർ ബൈപ്പാസിൻ്റെ ഭാഗമായിട്ടുള്ള റിംഗ് റോഡ് പദ്ധതി. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയാണ് ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ്. 115 കോടി രൂപയുടെ നിർമ്മാണമാണ് കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി ഇപ്പോൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ പോകുന്നത്. 2.5 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള 8 നിലകളിലായിട്ട് പണിതു ഉയർത്തിയ വലിയ ഒരു ആശുപത്രി സമുച്ചയം. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി ഏതാണ്ട് 300 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കിഫ്ബിയുടെ സഹായത്തോടുകൂടിയാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പണി കഴിഞ്ഞു. 8 വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. 70% പൈപ്പ് ലൈൻ അത് ഇട്ട് കഴിഞ്ഞു. അത് വലിയൊരു സഹായമാണ് കിഫ്ബി വഴി ചെങ്ങന്നൂരിൽ. ചെങ്ങന്നൂരിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം. ഇത് നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ കോടതി ഇടപെട്ട് ഭാഗികമായി പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. എന്നാൽ വീണ്ടും ഇത് പുനരുജ്ജീവിപ്പിച്ച് പണികൾ പൂർത്തീകരിക്കാൻ പോകുന്നു. ഏതാണ്ട് 67 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉടൻ നാടിന് സമർപ്പിക്കും. ശബരിമലയുടെ ഇടത്താവളമാണ് ചെങ്ങന്നൂർ. 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വന്നു പോകുന്ന ചെങ്ങന്നൂരിൽ ആദ്യമായി അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ അവർക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനുമായി ഒരിടത്താവളം ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ചെങ്ങന്നൂർ കിഴക്കേനടയിൽ 10 കോടി രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ശബരിമല ഇടത്താവളം നിർമ്മാണവും പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഏതാണ്ട് 70 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. അതിൻ്റെ 1ാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതും അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന ചെങ്ങന്നൂരിൻ്റെ കായിക ഭൂമികയിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ്. ശബരിമല ഇടത്താവളത്തിൽ അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനുള്ള 10 കോടിയുടെ ഇടത്താവളം യാഥാർത്ഥ്യമായി. അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇപ്പോൾ നമ്മൾ ITIയുടെ ഓപ്പോസിറ്റായി എടുത്തിട്ടുള്ള PIPയുടെ സ്ഥലത്ത് 80 സെൻറ്റ് സ്ഥലം, അവിടെ 3 സ്ക്രീനുകളുള്ള ഏതാണ്ട് 50 കോടി രൂപ ചെലവുള്ള തിയേറ്ററും ഷോപ്പിംഗ് കോംപ്ലക്സ് നടക്കുന്ന വലിയ ബൃഹത്തായ ഒരു പദ്ധതിയും കിഫ്ബി ഇപ്പോൾ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു 800 കോടിയോളം രൂപ വിവിധ പദ്ധതികൾക്കായി ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
ഒരിക്കലും യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിക്കാത്ത നിരവധി പദ്ധതികളാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാൻ സാധിച്ചതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. വികസന വേഗതയുടെ കാര്യത്തിൽ ചെങ്ങന്നൂരും കുതിക്കുമ്പോൾ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്.